ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അശ്വിൻ്റെയും ശ്രുതിയുടെയും അടുത്തൊരാഴ്ചത്തെ കിഡിലൻ കഥയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതി അശ്വിൻ്റെ ഓഫീസിൽ ജോലിക്കാരിയായിട്ട് കയറിയിട്ടുണ്ട്. പക്ഷേ ASR എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമ അല്ലെങ്കിൽ ചെയർമാൻ MD എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന അശ്വിൻ സായിറാം ആണ് എന്ന് ഇവൾക്കറിയില്ല. അതറിയാതെയാണ് ഇവൾ ഈ ജോലിക്ക് കയറിയത്. പലതവണ ഇവളുടെ പിന്നിലൂടെ അവനിങ്ങനെ പാസ് ചെയ്ത് പോയെങ്കിൽ ഇവൾക്കത് കാണാനുള്ള അല്ലെങ്കിൽ അവനാണിതെന്ന് തിരിച്ചറിയാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ ശ്രുതിക്ക് ഉച്ചയായപ്പോഴേക്കും ഭയങ്കരമായിട്ട് അങ്ങോട്ട് വിശക്കാൻ തുടങ്ങി കേട്ടോ. കാരണം ഇതിനുള്ളിലെ ക്യാൻറ്റീനിൽ നിന്നുള്ള സാലഡോ കാര്യങ്ങളോ ഒരു ചായ മേടിച്ച് കുടിക്കണമെങ്കിൽ പോലും ഒരു ഇന്ന കാശ് കൊടുക്കണം. 40 രൂപ കൊടുക്കുക ഒരു ചായക്കെന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതല്ല. അവൾ കുറേ നേരം വിശന്നതിലേക്ക് നടന്നു കേട്ടോ. ഇനിയും പറ്റത്തില്ല വിശന്നിരിക്കാനായിട്ട്, പുറത്തേക്ക് വല്ലതും പോയാലോ. അപ്പോൾ കയറി വരുന്ന വഴിക്ക് ഒരു ചായക്കട തട്ടുകട പോലത്തെ ഒരു സംഭവം ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ചായ കുടിച്ചാൽ ഇത്രയും വില എന്തായാലും ഉണ്ടാവില്ല, അത് സാധാരണ കടയല്ലേ, എന്തായാലും പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ പതുക്കെ അവിടത്തേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ പോകാനായിട്ട് ഇങ്ങനെ ആ ഒരു ഫ്രണ്ട് ഏരിയയിലേക്ക് വന്ന സമയത്താണ് അവിടെ ഒരു വിഗ്രഹത്തിൻ്റെ പടം ഇരിക്കുന്നത്. അതായത് സരസ്വതി ദേവിയുടെ ഒരു പടം ഇങ്ങനെ ഇരിക്കണം. പടമല്ല, ഒരു വിഗ്രഹം പോലെ വിളക്ക് കത്തിക്കുന്ന ഒരു ഭാഗം. അത് ആ ഒരു ഓഫീസിൻ്റെ വിളക്ക് കത്തിക്കുന്ന, അല്ലെങ്കിൽ രാവിലെ വന്ന് വിളക്ക് കത്തിക്കണ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു. എന്തായാലും അവിടെ വിളക്ക് കത്തിക്കാറുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെ ഇവൾ വലിയ കാര്യത്തിൽ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അവിടെ വിളക്കൊന്നും കത്തിച്ചിട്ടൊന്നുമില്ല. എന്നാൽ ഒന്ന് കത്തിച്ചേക്കാന്നൊക്കെ കരുതിയിട്ട് പുള്ളിക്കാരി എന്ത് ചെയ്തു, കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് ആ തിരി അങ്ങോട്ട് കത്തിച്ച് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ആളിച്ചങ്ങോട്ട് കത്തിച്ചങ്ങിടുവാണ് കേട്ടോ. കുറച്ച് കൂടുതൽ എന്തോ വിളക്കിൻ്റെ ആ ഒരു നാളം കുറച്ചുകൂടെ വലുപ്പത്തിലാണ്. അപ്പോൾ അവൾ വലിയ അരച്ച് കത്തിച്ചിട്ട് ഭഗവാനെ എൻ്റെ കുട്ടി കൃഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച് ഇവളുടെ പാട്ടിന് പോയി. ഇതേ സമയം ഓഫീസിൽ ഭയങ്കരമായിട്ടൊരു മീറ്റിങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാവണ്യയും അതുപോലെ നമ്മുടെ അശ്വിനും ഉണ്ട്, കുറേ ആൾക്കാരും വേറെ വന്നിട്ടുണ്ട്. ഇവരുമായിട്ടുള്ള മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്ന് അശ്വിൻ കുറേ കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഫയർ അലാറം എന്ന് പറഞ്ഞൊരു സാധനം ഈ ഓഫീസിലുണ്ട്. അതങ്ങോട്ട് അടിക്കാൻ തുടങ്ങി കേട്ടോ. അതടിച്ച അവസാനം നമ്മുടെ അശ്വിൻ ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കിയത് എന്താ സംഭവം. അശ്വിനല്ല, എല്ലാവരും, ബാക്കി എല്ലാവരും ഓടിയോ ഇതെങ്ങോട്ടാണ്, ഇതെന്താണ് സംഭവിക്കുന്നത് അറിയാതെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. അതായത് ആ കമ്പനിയിൽ തീ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന അലാറമാണ് ഫയർ അലാറം. ഈ അലാറം എങ്ങനെ പ്രവർത്തിച്ചു, പിന്നെ അവിടെ വലിയൊരു ഓഫീസാണ്. അപ്പോൾ ഫയർ അലാറം പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ആ തീ കെടുത്താനായിട്ടുള്ള വെള്ളം താഴേക്ക് ചാടുന്ന ഒരു സംവിധാനം അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഓഫീസിൻ്റെ മോൾ ഭാഗത്തുനിന്ന് വെള്ളം താഴേക്ക് ഇങ്ങനെ ഈ മഴ പെയ്യുന്ന പോലെ പെയ്യും, അങ്ങനെ ആ തീ കെടും. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഫയർ അലാറം അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതിനുള്ള സംവിധാനം ആരോ പോയി ഓൺ ചെയ്തു. അതായത് ഈ ആ റൂഫിൽ നിന്ന് മൊത്തം വെള്ളം താഴേക്ക് വരാൻ തുടങ്ങി. എല്ലാവരും ഇത് കണ്ടിട്ട് വെള്ളമില്ലാത്തടത്തേക്ക് ഓടി രക്ഷപ്പെടുന്നുണ്ടെങ്കിലും അശ്വിൻ്റെ നേരെ തലയിലേക്ക് തന്നെ ഷവർ പോലെ ഈ വെള്ളം ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. അശ്വിൻ ഇതൊക്കെ കണ്ടിട്ട് അനങ്ങാണ്ട് നിൽക്കുക. ഇത് എന്താണ് സംഭവിച്ചതോ, ദേഷ്യം വന്നിട്ട് നാത് കല്ലിരാവിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവൻ അശ്വിൻ ദേഷ്യത്തോടെ കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം നമ്മുടെ ശ്രുതിയാണെങ്കിൽ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചില്ല കേട്ടോ, ചായ കുടിച്ചു. ഫുഡ് കഴിക്കാനുള്ള കാശ് അവളുടെ ഇതില്ലായിരുന്നു. നമ്മൾ ചായയൊക്കെ കുടിച്ചു. ഇനി എന്തെങ്കിലും മേടിച്ച് കഴിക്കണമെങ്കിൽ തന്നെ കാശാകും. ചായയ്ക്കും ഞാൻ വിചാരിച്ച പോലെയല്ല, ഞങ്ങളുടെ നാട്ടിലെ പോലെയല്ല, ഇച്ചിരി വില കൂടുതൽ തന്നെയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിട്ട് അവൾ കപ്പലണ്ടിയോ ഏതാണ്ടൊക്കെ മേടിച്ച് കുറച്ച് പറക്കി ഇങ്ങനെ നടക്കുക. അപ്പോൾ അവളവിടെ വന്നിട്ട് എന്നാൽ അതൊക്കെ തൂത്ത് പറക്കിയിട്ട് തിന്നാലോ എന്ന് കരുതിയിട്ട് അവിടെ പാർക്കിങ്ങിൽ കണ്ട ഒരു വണ്ടിയുടെ പുറത്തേക്ക് ഇതങ്ങ് വെച്ചിട്ട് അവളത് കഴിക്കാനൊക്കെ ആയിട്ട് തൂത്ത് കൊടുത്തി ഇങ്ങനെ മറ്റേ കപ്പലണ്ടിപ്പൊടി ഊതി ആ വണ്ടിയുടെ അതിലേക്ക് ഇട്ട് എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴേക്കും അവൾ പതുക്കെ തിന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് ആ സൈഡിൽ കൂടെ ആരോ വരുന്ന ഒരു പാസ് ചെയ്യുന്നത് പോലെ ഇവൾക്ക് തോന്നുന്നത്. ഇവള് നോക്കി കഴിയുമ്പോഴേക്കും അശ്വിൻ ഈ പണ്ടാരക്കാലൻ്റെ മുമ്പിൽ ഇനി ചെന്ന് പെടണ്ടെന്ന് കരുതിയിട്ട് ഇവളെന്ത് ചെയ്തു, ഒരു സ്ഥലത്തേക്ക് മാറി അങ്ങോട്ട് ഒളിച്ച് നിൽക്കും. അവൾ കടലെ ആ വണ്ടിയുടെ പൊക്കത്തുനിന്ന് എടുക്കാൻ മറന്നുപോയി. ഇവൻ ചെന്നിട്ട് ആ കടല ഒരൊറ്റ തട്ടി അങ്ങോട്ട് തെറിപ്പിക്കും കേട്ടോ. തെറിപ്പിച്ച് കഴിഞ്ഞിട്ട് കട തട്ടി കഴിഞ്ഞപ്പോൾ അയ്യോ എൻ്റെ കടലാന്നും പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ആ ഒളിച്ചിരിക്കുന്നിടത്ത് നിന്ന് ചാടി എൻ്റെ കടലേന്നും പറഞ്ഞിട്ട് ചാടി വരുവാണ് കേട്ടോ. എന്തായാലും ഇവളെ അന്നേരത്തേനും കണ്ടുപിടി, നീ നിങ്ങളോ എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ കൈ ചൂണ്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നീ എന്താടി ഇവിടെ, ഞാൻ കടല എൻ്റെ തട്ടിക്കളഞ്ഞു, എൻ്റെ വണ്ടി നിൻ്റെ കടല വെക്കാനുള്ളതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രണ്ടും കൂടെ അലമ്പ് ബഹളം തന്നെ, ഒരു വല്ലാത്തൊരു ബഹളം.
അങ്ങനെ അവസാനം ഇവൻ വണ്ടി കയറി ഇവൻ ദേഷ്യം വന്നിട്ട് പോകാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ പോകാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ നിന്നിട്ട് ഇവൻ്റെ വണ്ടിയുടെ ഡോറിൻ്റെ അരികിലേക്ക് നിന്നിട്ട് ഇവനെ വെല്ലുവിളിക്കാനായിട്ട് ചെന്നതാണ്. എന്നിട്ട് ഇവൾ തിരിഞ്ഞ് പോരാൻ പോകുന്ന സമയത്ത് നീ എന്തിനാണ് ഈ ഓഫീസിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്, അപ്പോൾ ഈ ഓഫീസിൻ്റെ അടുത്ത് ഇത് നിങ്ങളുടെ ഓഫീസൊന്നും അല്ലല്ലോ എന്ന രീതിയിലൊക്കെ ഇവൾ വർത്തമാനമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇവൾ ആ ഓഫീസിനുള്ളിലേക്കല്ല വണ്ടിക്കുള്ളിലേക്ക് പോകാൻ തുടങ്ങിയതും ഇവളുടെ ഷോള് കയറിയിട്ട് ആ വണ്ടിയുടെ റിയർ വ്യൂ മിററില്ലേ, ആ ഒരു സൈഡിലത്തെ ഗ്ലാസ്സില്ലേ, ആ ഗ്ലാസ്സിലേക്ക് കയറി ഉടക്കാണ് കേട്ടോ. അവൾ അത് വലിച്ചെടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അവസാനം ഇവൻ എന്ത് ചെയ്തു, പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഇവളുടെ ഷോൾ അങ്ങോട്ട് കീറി അങ്ങോട്ട് വിട്ടു. കുറച്ച് ഷോള് ആ വണ്ടിയിൽ, കുറച്ച് ഷോള് ഇവള്. എൻ്റെ ഷോൾ എത്ര രൂപ കൊടുത്ത് മേടിച്ചെന്നറിയോ എന്നൊക്കെ ചോദിച്ചു അവൻ അന്നേരം വെച്ചിട്ട് അവൻ വണ്ടി കയറി അങ്ങോട്ട് പോവുകയും ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവള് നേരെ ഓഫീസിലേക്ക് കയറി വന്നു. എന്നാലും എൻ്റെ ഷോള് ഇവള് വന്നു കഴിഞ്ഞപ്പോഴാണ് അവിടെ തുടച്ച് പറക്കിക്കൊണ്ടിരിക്കുക. വെള്ളം മൊത്തം വീണ് ഓഫീസിനകത്ത്, അത് തുടച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ രേഷ്മയോട് ചോദിച്ചു, ഇതെന്താ പറ്റി, ഇവിടെ ആരാ വെള്ളം ഒഴിച്ചത്? ആരാണ്ട് അവിടെ വിളക്ക് കത്തിച്ച് വെച്ചേക്കുക, ഫയർ അലാറം ഓണായി, അന്നേരം സംഭവിച്ചതാണ്, ഏതോ മന്ദകുത്തി അവിടെ വിളക്ക് കത്തിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും ഇവൾക്ക് മനസ്സിലായി ആ മന്ദകുത്തി ഞാനാന്ന്. ഇവൾ പറയാനൊന്നും നിന്നില്ല കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ കുളമാവുമെന്ന് ഇവൾക്ക് അറിയാം. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അശ്വിൻ വീണ്ടും അതിലേ വരുന്നത്. അശ്വിൻ ഇങ്ങനെ വന്ന് അവൾക്ക് പുറകിലൂടെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോഴാണ് രേഷ്മ പറയുന്നത്, നിൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡറിൻ്റെ കാര്യങ്ങൾ റിപ്പോർട്ട് സൈൻ ചെയ്യിക്കാനുണ്ട്, നീ ഒരു കാര്യം ചെയ്യുക, നീ ഇത് സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നീ ഒപ്പിടിപ്പിക്കുക, ASR വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ഇവൾ ASR ആരോടോ എന്തോ മിണ്ടി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞ് നിന്ന് സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ ഇവൾ അങ്ങോട്ടേക്ക് ചെന്ന് ASRൻ്റെ പുറകിൽ നിന്നിട്ട് സാറിന് വിളിക്കാൻ വന്നതും അയാൾ അവിടെ നിന്ന് സംസാരിച്ചിട്ട് അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ ഇവൻ ഓഫീസിലേക്ക് കയറിപ്പോയി. ഇവൻ്റെ ഓഫീസിലേക്ക് കയറിപ്പോയി, ഇവൻ്റെ ക്യാബിനിലേക്ക് കയറിപ്പോയി. ഇവളും പുറകെ ചെന്നപ്പോൾ ഇവനെ ഏതോ ആരോടോ ഫോൺ വിളിച്ചിങ്ങനെ ഒച്ചത്തിൽ സംസാരിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവളെന്ത് ചെയ്തു, എന്നാൽ ഇപ്പം സംസാരിക്കേണ്ടെന്ന് കരുതി കുറച്ച് നേരം ഇങ്ങനെ നിന്ന് സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നതിനിടയ്ക്ക് ഇവളുടെ കൈ തട്ടിയിട്ട് അവിടെ ഇരുന്നൊരു ഫ്ലവർ വേസ് പോലത്തെ ഒരു സാധനം താഴെ ചാടാനായിട്ട് ചാടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവളത് പതുക്കെ അത് എടുത്തൊന്ന് സൈഡിൽ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ തടഞ്ഞു പറക്കി വെക്കുന്നതിനിടയിൽ ഇവളുടെ കയ്യിലുണ്ടായിരുന്ന അപ്പോയിൻമെൻറ്റ് ഓർഡറെല്ലാം കൂടെ പറന്നുപോയി. 2 പേപ്പറുണ്ട്. ഈശ്വര എന്ന് പറഞ്ഞിട്ട് അവൾ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പമ്മി വരെയാണ് ഇതെടുക്കാനായിട്ട്, ആ അപ്പോയിൻമെൻറ്റ് ഓർഡർ എടുക്കാനായിട്ട്. അങ്ങനെ അപ്പോയിൻമെൻറ്റ് ഓർഡർ എടുക്കാനായിട്ട് ചെന്നപ്പോൾ അത് വീണ്ടും പറഞ്ഞൊരു ടേബിളിനടിയിലേക്ക് പോയി. അവിടെ അതൊക്കെ ടേബിളിനടിയിലേക്ക് കയറി കഴിയുമ്പോഴത്തേനും എന്തോ ടേബിളിനടിയിൽ കൂടെ നിറങ്ങണ പോലെ ഇവന് തോന്നി. പെട്ടെന്ന് ഫോൺ കെട്ടിയത് ടേബിളിനടിയിലേക്ക് കുനിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇരിക്കുന്നു നമ്മുടെ ശ്രുതി. എടി നീയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവൻ. അപ്പോഴേക്കും നിങ്ങളോ എന്നും ചോദിച്ച് അവളും. അപ്പോഴേക്കും ആരാടി പറഞ്ഞ എൻ്റെ ക്യാബിനിൽ കയറാനായിട്ട്. അപ്പോഴാണ് ശ്രുതിക്കൊരു കാര്യം മനസ്സിലാകുന്നത്. ഇവരെല്ലാവരും കൂടെ പേടിയോട് പറയുന്ന ഈ ASR എന്ന് പറയുന്ന സാധനമാണ് തൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഈ അശ്വിൻ സായിറാമാണ് ASR എന്ന് ഇവൾ തിരിച്ചറിയുന്നത്. നിങ്ങളുടെ ക്യാബിനോ എന്ന് ചോദിച്ചപ്പോൾ അതേടി എൻ്റെ ക്യാബിൻ, നീ അങ്ങനെ ഇതിനകത്ത് വന്നു, ആരാടി നിന്നെ ഇങ്ങോട്ട് കയറ്റി വിട്ടത്? സെക്യൂരിറ്റി. അപ്പോഴേക്കും അവൾ പറഞ്ഞു നിൽക്ക് അല്ല, ഈ ASR അശ്വിൻ സായി റാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ അവിടെ നിന്ന് ആലോചിക്കട്ടോ, നീ എന്താണ് ഇന്ന് പുറൂർക്കുന്നത് എന്നൊക്കെ ചോദിച്ച് രണ്ടും കൂടെ അലമ്പായിട്ടോ. അവസാനം ഞാൻ അപ്പോയിൻമെൻറ്റ് ഓർഡർ പിടിപ്പിക്കാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ഇവിടെ ജോലിയൊന്നുമില്ല, എൻ്റെ ഓഫീസിൽ എൻ്റെ ശത്രുവിന് ജോലിയാവും, നെവർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു ഇവിടെ വന്നിടത്തേനും എനിക്ക് നിങ്ങളുടെ ജോലിയും വേണ്ട, ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ പോകാനായിട്ട് അങ്ങനെ തുടങ്ങി അവൾ അങ്ങ് വീഴാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഇവൻ അവളുടെ കയ്യെ പിടിച്ചിങ്ങനെ നിർത്താണ് കേട്ടോ. അപ്പോൾ അവൾ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക. കുറച്ച് നേരം അവൻ്റെ കണ്ണിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിന്നു. ആ സമയത്ത് ഇവൻ എന്ത് ചെയ്തു, പതുക്കെ അങ്ങോട്ട് വിട്ടു. ഇവൾ നേരെ ചെന്ന് താഴേക്ക് പൊതുക്കോന്നും പറഞ്ഞ് അവിടെ എന്തോ പെയിൻറ്റ് സംഭവങ്ങളോ എന്തോ ഒരു കളർ ഇതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതിൻ്റെ പുറത്തേക്കാന്ന് വീണ് ഇവളുടെ മുഖത്തൊക്കെ കളറൊക്കെ ആയിട്ട് അവൾക്ക് ആകെ സങ്കടം വന്നു. ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ പ്രീതിയോട് കടയിൽ പോകാനായിട്ട്, അതായത് സുധിയുടെ ചേച്ചിയോട് കടയിൽ പോകാനായിട്ട് അമ്മായി പറഞ്ഞു വിട്ടിട്ട് സുധിയുടെ ചേച്ചി കടയിലിങ്ങനെ പോവായിരുന്നേ. ആ കടയിലിങ്ങനെ പോകുന്ന സമയത്ത് സുധിയുടെ ചേച്ചി ഒരു കൊച്ചിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കേണ്ട ഒരു കൊച്ചിൻ്റെ ബലൂൺ പറന്നു പോയിട്ട് അതൊക്കെ ഇങ്ങനെ കുറേ ആൾക്കൂട്ടത്തിനിടയ്ക്ക് ആ കൊച്ചിൻ്റെ ബലൂൺ ഇങ്ങനെ പിടിച്ച കൊച്ചിനെ ഇത് കൊടുത്തിട്ട് കൊച്ചിൻ്റെ കവിളിലൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് നമ്മുടെ ആകാശം ഉണ്ടല്ലോ, ആകാശം എന്നാണെന്നറിയാവോ, മനോരമയുടെ പ്രിയപുത്രൻ, അതെ ആകാശ്. അങ്ങനെ ഇവളിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കണ സമയത്ത് ഈ ആകാശ് മനോരമയുടെ മകൻ ഇങ്ങനെ കാണുകയാണ്. ഇവളെ കണ്ട്
ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവന് അവളെ അങ്ങോട്ട് ഇഷ്ടമായിട്ടോ. എന്നിട്ട് അവളുടെ അരികിലേക്ക് ചെന്ന് സംസാരിക്കുക. പക്ഷെ പേരൊന്നും ചോദിച്ചിട്ട് അവൾ പറഞ്ഞില്ല. അതിന് മുമ്പ് അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവാണ്. ആ സുന്ദരിയെ തേടി, തൻ്റെ മനസ്സ് കീഴടക്കിയ ആ സുന്ദരിയെ തേടി പിന്നെ ആകാശത്ത് നടക്കുകയാണ്. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ ശ്രുതിയുടെയും ഇവൻ്റെയും, അതായത് ശ്രുതിയുടെയും ഈ അശ്വിൻ്റെയും റിലേഷൻ വലിയൊരു സക്സസ് ആകുന്നതിന് മുമ്പ് തന്നെ ആകാശും പ്രീതിയും തമ്മിൽ ഒരു നല്ല റിലേഷനിലാകും. അവർ തമ്മിലുള്ള കല്യാണവും നടത്തും കേട്ടോ. പക്ഷേ മനോരമയ്ക്ക് ഈ പ്രീതിനെ വലിയ ഇഷ്ടമൊന്നുമില്ല. ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് വരുന്നതല്ലേ, പിന്നെ സമ്മതിക്കുമോ? പ്രത്യേകിച്ച് ഇവളുടെ ചേച്ചി, ഇവളുമായിട്ട് അടിയാണ് മനോരമ. എപ്പോഴും കുത്തിത്തിരിപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ശ്യാം ഇവളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്, ശ്രുതിയുടെ വീട്ടിലേക്ക് വരികയാണ്. ശ്യാം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി ഇതാരാ, നിങ്ങളെന്തിനകത്തേക്ക് കയറി വന്നതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. കഥ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ നിന്നലേക്ക് കയറിയിരുന്നു. നിങ്ങളിത് ആരോട് ചോദിച്ചിട്ട് അകത്തേക്ക് കയറിയിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് വന്നതും ഈ പുള്ളിക്കാരി അങ്ങോട്ട് കാല് തട്ടി അങ്ങോട്ട് വീഴാൻ പോവാം. അപ്പോഴേക്കും പെട്ടെന്ന് അവൻ പിടിച്ചെഴുന്നേൽപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ്. നിങ്ങളെന്തിനാ എന്നെ പിടിക്കണത്? അയ്യോ എൻ്റെ കാലേ എനിക്ക് വയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പുള്ളിക്കാരി ഇങ്ങനെ തിരുമും. അപ്പോഴേക്കും ഞാനൊന്ന് ട്രൈ ചെയ്യാം, ഞാൻ തിരുമ്മി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ പതുക്കെ കലയിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്നിട്ട് തിരിച്ച് ശരിയാക്കി കഴിയുമ്പോഴത്തേനും ആ കാല് ശരിയാവും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അമ്മായിക്ക് ഇവൻ്റെ വിശ്വാസമൊക്കെ ആവും. അല്ല നിങ്ങളാരാണ്, നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിയുമ്പോഴത്തേനും പറയും, ഇങ്ങനെ ബാങ്കിലെ പലിശയുടെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു ശ്രുതി, ഞാനൊരു അഡ്വക്കേറ്റാണ്, ശ്രുതി ഇങ്ങനെ പറഞ്ഞത് ശരിയാക്കാൻ വേണ്ടി വന്നതാണ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഭയങ്കര സ്നേഹമായിട്ട് അവനോട്. ഈ ഒരു രീതിയിലാണ് കഥ അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ശ്രുതി അശ്വിൻ്റെ വീട്ടിനകത്ത് നല്ല എപ്പോഴും കയറാനും അവരുടെ എല്ലാ കാര്യത്തിലും ഇടപെടാനും സ്വാതന്ത്ര്യമുള്ള ഒരാൾ എന്നൊരു റോളിലേക്ക് എത്തിച്ചേരുവാണ് ചെയ്യുന്നത്. പിന്നെ അവൾ ആ വീട്ടിൽ തന്നെയാണ് കൂടുതൽ സമയവും, ചെറിയ ജോലിക്കാരിയായിട്ടും ഒക്കെ തന്നെയാണ് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സി യു അഗെയിൻ. താങ്ക് യു.